ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നീ സൂപ്പറാണ്. സോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് പീറ്റർ ഗ്രിഫിൻ റിയാക്ഷൻ മലയാളം. സോ ഗൈസ്, നിഹാൽ മുഹമ്മദ് എന്നൊരു വ്യക്തിയാണ് ഇതിന്റെ മലയാളം വേർഷൻ ഇറക്കുന്നത്. സോ രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വീഡിയോ. ദൈവമേ, എന്ത് സുന്ദരിയാണല്ലേ. അതെ, അത് ശരിയാ. പക്ഷെ ഇത് നിന്റെ അല്ല, നിന്റെ തട്ടുപോയി. അപ്പൊ നിങ്ങളുടെ അൾട്രാസൗണ്ടിന്റെ റിസൾട്ട് കിട്ടി. ഒരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് ഞങ്ങൾക്കത് ആണോ പെണ്ണോ എന്ന് അറിയണ്ടേ ഇപ്പൊ? ആ ശരി. പക്ഷെ അത് ഇപ്പൊ ശ്വസിക്കുന്നില്ല. അപ്പോ പീറ്റർ ഒരു സ്ട്രെയിറ്റ് മനുഷ്യനാണ്. എടാ, ഇതിന്ന് നേരിട്ട് വെള്ളം കുടിക്കുന്നത് സേഫാണോ? അതിനെന്താ, അതിലും വെള്ളം തന്നെയല്ലേ കുടിക്കാ. എന്നെ അത് ഓൺ ചെയ്യും, എനിക്ക് ദാഹിക്കുന്നു. നന്നായിടാ, നോക്ക്, എന്റെ ഷർട്ടൊക്കെ നനഞ്ഞില്ലേ ഇപ്പൊ? തലമോയില് കുഴപ്പമില്ല, ഷർട്ട് തന്നെയാണ് കുഴപ്പം. എഗെയിൻ ഷർട്ടിനോടുള്ള ഇഷ്ടം, അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമിനോടുള്ള ഇഷ്ടം നിങ്ങൾ മനസ്സിലാക്കണം. സോ നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഡോക്ടർ, നിങ്ങൾ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണം. ഞാനിപ്പോ ചട്ടാലും കുഴപ്പമില്ല. ചിലപ്പോ അടുത്ത ജന്മത്തിൽ ഞാൻ വല്ല എയർ ബാഗ് ആയിട്ട് ജനിക്കും. എടാ, പേടിക്കണ്ടടാ, നീ പേടിക്കണ്ട. പീറ്ററിന് കിട്ടിയടാ നിന്നെ. എല്ലാം ശരിയാവും കേട്ടോ, പേടിക്കണ്ട. ചേട്ടാ, ഇത് ഭാര്യയ്ക്കെന്തെങ്കിലും പറ്റുമോ? ഇല്ലടാ, ഡിക്കിയിലുള്ള വെട്ടുകത്തി പറന്നുപോയി അവളുടെ തല ചെത്തിക്കളഞ്ഞു. നീ ഇപ്പൊ ആ ഇൻഡിക്കേറ്റർ തന്നെ ഓഫ് ചെയ്യോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിഷ്കളങ്കനായ പീറ്റർ. ഭാര്യയ്ക്ക് പറ്റൊന്നും പറ്റിയില്ല ഗൈസ്, ജസ്റ്റ് ഒന്ന് അടുത്തുപോയി. പീറ്റർ അവിടെ നിന്നേ. ബാങ്കും ജപ്തിയും കാര്യങ്ങളൊക്കെ പോട്ടെ, നീ ഈ കാശ് കൊണ്ടുകൊടുത്ത സാധനം തിരിച്ചെടുക്കാൻ നോക്കി. എന്റെ എടാ, എവിടെ നിന്നാടാ നിനക്ക് ഇത്രയും കാശ് കിട്ടിയിട്ട്? ആ ചുക്കാമണി വലുതാക്കണം മരുന്നിന്റെ ബിസിനസിന് വേണ്ടി നീ കുറച്ച് കാശ് ഒന്ന് സഹായിച്ചില്ലേ, അത് കയറി കൊളുത്തി ക്ലിക്കായെന്നേ. അപ്പൊ ഇതാണ് നിന്റെ ഷെയർ, കൊണ്ടുപോയി ആ വീട് തിരിച്ചെടുക്കുക. എടാ കുഴക്കമാരി, എന്താ പറയുന്നത് എനിക്കറിയില്ല. നന്ദിടാ. പോട്ടടാ. പിന്നെ ആ മരുന്നുണ്ടല്ലോ, സാധനം ജില്ലെന്നിരിക്കും. ഞങ്ങൾ നന്നായി ഉപയോഗിച്ചു. നീ ആ സാന്ദ്രയോട് ചോദിച്ചോക്കേ, ഇന്നലെ രാത്രി നല്ല അടിപൊളിയായിരുന്നു. നന്നായി ഉപയോഗിച്ച പോലെയുണ്ട്. മരുന്നിന്റെ പേരെന്താ പറയണ്ടേ? കട്ടില് വേണ്ടത് തൊട്ടില് റെഡി. ഇനി കാണാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ പീറ്റർ ഗ്രിഫിന്റെ വീഡിയോ. പീറ്റർ കേക്ക് നമ്മുടെ കുഞ്ഞു വീട്ടിൽ ഒറ്റയ്ക്കാണ്. നമ്മൾ നേരെ വീട്ടിലെത്തിക്കുന്നതിന് പകരം എല്ലാ രീതിയിലും നീ കാര്യങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് പീറ്റർ. നിന്നെക്കാളും ഭേദം എന്താണെന്നറിയോ? ഒരു കുരങ്ങ് നിന്നെക്കാളും ഭേദമായിരിക്കും. കാരണം അത് കുറച്ചേ സംസാരിക്കൂ. നിനക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിന്റെ മനസ്സിനോട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്യരുത്. ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നീ അതേ ചെയ്യാവൂ, കേട്ടോ? നിനക്ക് എന്നെ വേദനിപ്പിക്കണോ? നിനക്കതിന് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ നീ എന്നെ വേദനിപ്പിച്ചോ. എന്നെ വേദനിപ്പിക്കാൻ എളുപ്പമാണല്ലോ. അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ നല്ലോണം സംസാരിക്കും, പക്ഷെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ നിന്നെ പോലെയൊക്കെ മനസ്സാക്ഷിയില്ലാത്തൊരാളായി മാറും. എനിക്ക് ആളുകളെ വേദനിപ്പിക്കാൻ ഇഷ്ടമല്ല. നിനക്കെന്നെ കുറിച്ച് എന്തു വേണമെങ്കിലും ചിന്തിക്കാലോ. ഞാൻ മാറാനൊന്നും പോണില്ല. എനിക്ക് എന്നെ ഇഷ്ടമാണ്. എന്റെ മക്കൾക്ക് എന്നെ ഇഷ്ടമാണ്. എന്റെ കൂട്ടുകാർക്ക് എന്നെ ഇഷ്ടമാണ്. കാരണം ഞാൻ സത്യമാണ്. കാണുന്നത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക്. ഇൻഷുറൻസിന് സംഭവം ഇറങ്ങി കേട്ടു. ആ സംഭവം നോക്കില്ലേ? മോനെ, നീ ശരിയായിട്ട് തന്നെയാ കേട്ടത്. ഞാനിവിടെ 40 വർഷമായി കട നടത്തുന്നു. ഒരു കുപ്പിച്ചില്ല് പോലും എന്റെ കയ്യിൽ നിന്ന് വീണുടഞ്ഞിട്ടില്ല. എനിക്ക് ഇൻഷുറൻസ് വേണ്ട. അയാൾക്ക് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലേ കോഗ്മേരി? പിന്നെ അതൊക്കെ ഉണ്ടാവും. 40 വർഷമായി ഇയാൾ ഇവിടെ കട നടത്തുന്നു. എന്റെ കർത്താവേ, ഇൻഷുറൻസ് എടുത്തു വെച്ചോട്ടോ എല്ലാരും. ഇവിടെ പീറ്ററെ, ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയാം, നീ ഒരു പൊട്ടനാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോ അതിലൂടെ ബബിൾക്ക് ചവയ്ക്കാൻ പോലും പറ്റില്ല നിന്നെ കൊണ്ട്. പീറ്റർ, ഒന്ന് വേഗം നടന്നു വാ ഇങ്ങോട്ട്. ഞാനിവിടെ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടില്ലേടി? ഒരു സമയം ഒരു കാര്യം. ആ, ഇവിടെ എന്താ? വണ്ടിയിലെന്താ? ഒഴിഞ്ഞ മദ്യക്കപ്പികളെ പേടിച്ചു വിറച്ച 2 യാത്രക്കാര്, അവരാണെങ്കിൽ ചോരയിൽ കുളിച്ചിരിക്കുന്നു. പിന്നെ ബാക്കിൽ രക്തത്തിൽ കുളിച്ചിടക്കുന്ന ഒരു ഡെഡ് ബോഡി, അത് കുളിച്ചിടാനുള്ള ശവലുകൾ 2 പിന്നെ ഇവിടെയാണ് നമ്മൾ അടക്കം ചെയ്യുന്നത് എന്ന് കൈകൊണ്ട് എഴുതിയ ഒരു ബോർഡും. ആ, അത്രേ ഉള്ളൂ. കുഴപ്പമില്ലടാ, പോട്ടെ, വണ്ടി ഇവിടെ. അത് ചോറ് കേട്ടാ.
സാർ തീർന്നിട്ടില്ല, ചെറിയ ബാക്കിൽ ഒരു കഞ്ചാവും കൂടി ഉണ്ട്. നിന്നെ ഞാൻ ശരിയാക്കണം. എന്താ സാർ, എന്റെ ഈ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്നമാരൊന്നും ഞാൻ വെച്ചുറപ്പിക്കാറില്ല. കാരണം ഞാനേ ഒരു കുടുംബക്കാരനാണ്. ഡേടാ അവൻ പറഞ്ഞു ആ വാക്ക്. കൊലപാതകം ചെയ്യാ, കഞ്ചാവ് നമ്മുടെ കുടുംബത്തിന് പറ്റിയ സംഭവം അല്ല കേട്ടോ ഇത്. സംഭവം ശരിയാണ്, പക്ഷേ സംഭവം ശരിയാണ്, പക്ഷെ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലല്ലോ. കുട്ടികളെ, നമുക്ക് മോളില് പോയി സുഖിക്കാം. അയ്യോ ദൈവമേ, കോണിക്ക് വയ്യാണ്ടായി. എനിക്ക് തോന്നുന്നു അവൾക്ക് ചോറ് കിട്ടാൻ വേണ്ടി ഞാൻ അവളുടെ മേലെ കിടക്കുന്നത് ശരിയായിരിക്കുമെന്ന്. ഇങ്ങനെ എന്നിട്ട് അങ്ങനെ തന്നെ. എടാ എന്താടാ നീയൊക്കെ നോക്കുന്നത്? ഇതൊരു കാർട്ടൂണാടാ. എന്താടാ നീയൊക്കെ നോക്കുന്നേ? ഇതൊരു കാർട്ടൂൺ ആയിരുന്നു. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോ നമുക്കിതൊരു വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സോ സൈനിങ് ഓഫ്.